ഇസ്രായേൽ ആക്രമണത്തിൽ യമനിലെ ഹൂതി സൈനിക കമാൻഡർ മുഹമ്മദ് അബ്ദുൽ കരീം അൽ ഗമാരി കൊല്ലപ്പെട്ടു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഹൂതികൾ മരണവിവരം സ്ഥിരീകരിച്ചുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടത്. അൽ ഗമാരിയുടെ 13 വയസ്സുള്ള മകനും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. തങ്ങളുടെ നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ തുടർച്ചയായ ആക്രമണങ്ങളിൽ അൽ ഗമാരിയും അദ്ദേഹത്തിന്റെ മകനും നിരവധി സഹപ്രവർത്തകരും കൊല്ലപ്പെട്ടതായി പുറത്തുവന്ന റിപ്പോർട്ടിൽ പറയുന്നു. ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ രക്തസാക്ഷിത്വം വരിച്ച് അവർ മഹത്വം കൈവരിച്ചിരിക്കുന്നു. ഖുദ്സിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വരിച്ചവരുടെ മഹത്തായ പാതയിലേക്ക് അദ്ദേഹം ഉയർത്തപ്പെട്ടിരിക്കുന്നു. സംഘം പുറത്തുവിട്ട പ്രസ്താവനയിൽ ഇങ്ങനെയാണ് പറയുന്നത്. കഴിഞ്ഞ 2 വർഷമായി ഗസയ്ക്ക് പിന്തുണ നൽകി വരുന്നതിനെ തുടർന്ന് നിരവധി പേർ രക്തസാക്ഷിത്വം വരിച്ചെന്നും അവർ സന്ദേശത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. സെപ്റ്റംബർ അവസാനം യമനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് സൻആയിലെ ഹൂതികളുടെ ജനറൽ സ്റ്റാഫ് ആസ്ഥാനമാണെന്ന് ഇസ്രായേൽ സൈന്യം നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. ആഗസ്റ്റ് 28-ന് സൻആയിൽ നടന്ന വ്യോമാക്രമണത്തിലാണ് അൽ ഗമാരിക്ക് പരിക്കേറ്റതെന്ന് ഹൂതി പ്രധാനമന്ത്രി അഹമ്മദ് റഹാവി അടക്കമുള്ള നേതാക്കൾ അന്നത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അതേസമയം ശത്രുവുമായുള്ള പോരാട്ടം അവസാനിച്ചിട്ടില്ലെന്നും ഇസ്രായേൽ ചെയ്തതിന് പ്രതികാരം ചെയ്യുമെന്നും ഹൂതികൾ മുന്നറിയിപ്പ് നൽകി. ഇതിനിടെ ഗസയ്ക്ക് നേരെ ആക്രമണം പുനരാരംഭിക്കാൻ മടിക്കില്ലെന്ന ഭീഷണി ട്രംപും നെതന്യാഹും മുഴക്കുന്നുമുണ്ട്. ഗസയിൽ ആളുകളെ വധിക്കുന്നത് നിർത്തിയില്ലെങ്കിൽ ഹമാസിനെ വധിക്കുകയല്ലാതെ മറ്റൊരു മാർഗമുണ്ടാകില്ലെന്നും ട്രംപിന്റെ ഭീഷണിയിൽ പറയുന്നു. Waytonikah.com, the exclusive Muslim matrimonial site.